നമ്മൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മോശം സംഭവിക്കും, അതിനെന്തെങ്കിലും നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാവും, നമ്മുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും പറ്റും എന്നൊക്കെ പേടിച്ചിട്ട് സന്തോഷം ഉള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് അല്ലേ? എന്നാൽ സന്തോഷിക്കാൻ പേടിയുള്ള ആളുകളുമുണ്ട്. ഈ ഫോബിയനെ ചീറോഫോബിയ എന്നാ പറയുക. നമ്മൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മോശം സംഭവിക്കും, അതിനെന്തെങ്കിലും നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാവും, നമ്മുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും പറ്റും എന്നൊക്കെ പേടിച്ചിട്ട് സന്തോഷം ഉള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും സക്സസ് വരുന്നതോ അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആയി പോവോ എന്നുള്ള ഒരു ഭയം കൊണ്ട് ലൈഫിൽ പിന്നോട്ട് നിൽക്കുക, പല ഓപ്പർച്യൂണിറ്റീസും വേണ്ടാന്ന് വെക്കുക. ഇതിനെ ചീറോഫോബിയ എന്നാ പറയുക. ഒരു പക്ഷേ പാസ്റ്റിലെ എക്സ്പീരിയൻസ് ആയിരിക്കാം, ലൈഫിൽ വന്ന ട്രോമാസ് ആയിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങളായിരിക്കാം, വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ ആയിരിക്കും ഇവരുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കുന്നത്. ഇത് എന്ത് തന്നെയായാലും ഈ ഫോബിയാസ് ഒക്കെ നമ്മുടെ ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ കീഴിലാണ് വരുന്നത്. നമ്മളിതിന് പ്രധാനമായിട്ട് CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് കൊടുക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു റൂട്ട് കോസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശ്വാസം വന്നത് എന്നുള്ളത് ആദ്യം അന്വേഷിക്കും. പിന്നീട് ഗ്രാജ്വലി നമ്മളിങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇവരെ എക്സ്പോസ് ചെയ്യിപ്പിക്കും. ഗ്രാജ്വലി നമ്മൾ എക്സ്പോസ് ചെയ്ത് അവർക്ക് ആ ഒരു ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഭയം അവരുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റും. കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ ഒരിക്കലും മടിക്കേണ്ട, ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. താങ്ക് യു.